MK ഫുഡ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ കേട്ടോ. ഇന്നത്തെ വിഭവം എന്ന് പറഞ്ഞാൽ നല്ല കിടുക്കാച്ച് സാമ്പാറും കുട്ടിയുള്ള ചോറാണ് കേട്ടോ. മുരിങ്ങയ്ക്കയും ഉരുളക്കിഴങ്ങും വെണ്ടയ്ക്കയും ഒക്കെ അങ്ങോട്ട് അരിഞ്ഞിട്ട് നല്ല മിക്സഡ് സാമ്പാർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് കൊതി വരുമെന്ന് 100% ഉറപ്പുണ്ട്. അപ്പോൾ ഇന്ന് സാമ്പാർ വങ്കടക്കറിയും ഒക്കെ ഉണ്ട്. അത് ബീറ്റ്റൂട്ട് തോരനാണ്. ബീറ്റ്റൂട്ട് തോരൻ വെച്ചത് തേങ്ങ ഇട്ട് കറിവേപ്പിലയൊക്കെ ഇട്ട് വറുത്തരച്ച് വെച്ചതാണ്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തതാണ് നല്ല കട്ട തൈരാണ് കേട്ടോ. കട്ട തൈര് എന്ന് പറഞ്ഞാൽ കിടുക്കാച്ചി തൈര് കറിവേപ്പിലയൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ വങ്കട വറുത്തതാണ്. വങ്കട വറുത്ത് ഏകദേശം ഒരു നല്ലൊരു പരുവത്തിനാക്കിയിട്ട് ടേസ്റ്റി ഐറ്റമാണ്. വങ്കട വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വങ്കട വറ്റിച്ചെടുത്ത നല്ല മീൻകറി, പുളിയും മുളകിട്ട മീൻകറിയാണ്. പുളിയും മുളകിട്ട മീൻകറി ഏതാ ടേസ്റ്റ് എന്നറിയാമോ? സാധനം പുളിയും മുളകൊക്കെ പാകത്തിന് ചേർത്ത് ഇതിവിടെ ഗ്രേവി അധികമില്ലാതെ വറ്റിച്ചാണ് എടുക്കുന്നത്. കാരണം അത് കുറച്ച് മതി, നമുക്കൊരു പാത്രം ചോറുണ്ടാകും. ഇനി നമുക്ക് കുറച്ച് ചോറ് കഴിച്ച് കളയാം കേട്ടോ. ചോറിനകത്തേക്ക് നമുക്ക് ഓരോരോ കറികളായിട്ട് കൊണ്ടൊഴിച്ച് കൊടുക്കാം. നല്ല വങ്കട ആദ്യമേ അങ്ങോട്ട് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വങ്കട കറി അങ്ങോട്ട് എടുത്ത് 2 കഷ്ണം അങ്ങോട്ട് എടുത്ത് വെച്ച് ഇനി അതിൻ്റെ മുകളിലേക്ക് ഇനി എന്താ വെക്കുക, അങ്ങനെ ആകെ കൺഫ്യൂഷനായി. അപ്പോൾ അടുത്ത് നമ്മൾ വങ്കട വറുത്തത് അങ്ങോട്ട് എടുത്ത് വെക്കുകയാണ്. വങ്കട വറുത്തത് അത് കഴിഞ്ഞ പാടെ നമുക്ക് ഇതിനെന്താ ഇപ്പോൾ എടുക്കാമെന്നൊരു കൺഫ്യൂഷനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തത് നമുക്ക് തൈര് ഒരു സൈഡിലോട്ട് പോകാം. തൈരും മീൻകറിയും വിപരീത ഭക്ഷണമാണ് കേട്ടോ. പക്ഷേ എനിക്ക് തൈര് കണ്ടു കഴിഞ്ഞാൽ ഞാനത് വിടൂല. അപ്പം എന്തായാലും ഞാനത് കഴിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യ ടേസ്റ്റാണ്. അപ്പോൾ അടുത്ത് നമുക്ക് ബീറ്റ്റൂട്ട് തോരനും കൂടെ വെച്ച് കൊടുത്ത് ഇളക്കി മറിച്ചൊരു കഴിപ്പം കഴിക്കണമെന്ന്. അപ്പോൾ ഇന്നത്തെ വിഭവങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ആരും വിട്ടുകളയല്ല. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പറ്റുമെങ്കിൽ ആ ബെല്ലും കൂടെ നടിച്ചേക്കണം. ബെല്ലടിക്കുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. ആ സാമ്പാറിനകത്ത് മുരിങ്ങയ്ക്കാണ് ഏറ്റവും കൂടുതൽ മേൻപടിയായിട്ട് ചേർത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. സാമ്പാറും കൂടെ സൈഡിലോട്ട് വെച്ചപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഭവങ്ങളെല്ലാം ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഒന്നും മറന്നു പോകരുത്. ഇന്നത്തെ വിഭവങ്ങൾ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ വണക്കം.